കുഴപ്പിക്കുന്ന കഥകളിലൂടെയുള്ള സഞ്ചാരമാണ് ലെവൽ ക്രോസ്. 3 കഥാപാത്രങ്ങളും കുറച്ച് ഫ്ലാഷ് ബാക്ക് കഥകളുമായി ഒരു ചുഴി പോലെയാണ് ചിത്രം നീങ്ങുന്നത്. ഓരോ അഭിനേതാവിനും ഒന്നിനൊന്ന് വ്യത്യസ്തമായ നിരവധി ഷെയ്ഡുകൾ അവതരിപ്പിക്കാൻ ചിത്രം അവസരം നൽകുന്നുണ്ട്. പുതുമ നിറഞ്ഞ ആഖ്യാന ശൈലിയെ പിന്തുടരുന്ന ഈ ആസിഫ് അലി ചിത്രം പക്ഷേ ആദ്യാവസാനം എൻഗേജിംഗ് ആക്കുന്നതിൽ ചിലയിടത്തൊക്കെ പരാജയപ്പെടുന്നുണ്ട്. ആസിഫ് അലിയുടെ സ്ക്രിപ്റ്റ് ആൻഡ് ക്യാരക്ടർ സെലക്ഷൻ ഒരു സമയത്ത് ഏറെ അഭിനന്ദനങ്ങളും പിന്നീട് ഏറെ വിമർശനങ്ങളും ഏറ്റുവാങ്ങിയതാണ്. അതിങ്ങനെ മാറി മറിഞ്ഞു വരാറുണ്ട്. ലെവൽ ക്രോസിൽ എന്തായാലും അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് വ്യത്യസ്തമായ കഥയും കഥപറച്ചിലും കഥാപാത്രവുമുള്ള ഒരു സിനിമയാണ്. സിനിമ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഒറ്റപ്പെടലിൻ്റെ വിഭ്രമിപ്പിക്കുന്ന ലോകത്തെക്കുറിച്ച് ചില വരികൾ എഴുതി കാണിക്കുന്നുണ്ട്. ഒറ്റപ്പെടലിൻ്റെ ഒരു തുരുത്ത്. ആ ലോകം യാഥാർത്ഥ്യങ്ങൾക്കും യാഥാർത്ഥ്യമല്ലാത്തവയ്ക്കും അപ്പുറമാണ്. പരന്നു കിടക്കുന്ന ഊഷരമായൊരു മരുഭൂമിയുടെ പല ഷോട്ടുകളുമായാണ് ചിത്രം തുടങ്ങുന്നത്. യാഥാർത്ഥ്യങ്ങൾക്കും സങ്കല്പത്തിനും അപ്പുറമുള്ള ലോകമാണോ ഇതെന്ന് ആദ്യം തന്നെ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുയരും. അതുകൊണ്ട് തന്നെ സിനിമയിലെ എല്ലാ ആക്ഷനും റിയാക്ഷനും ഒരുപാട് പ്രായോഗികതയുടെ ആവശ്യമില്ലല്ലോ എന്നും തോന്നും. ഒറ്റപ്പെടൽ മനുഷ്യനെ എന്തെല്ലാം ചെയ്യിപ്പിക്കുമെന്ന്, എങ്ങനെയെല്ലാം പ്രവർത്തിപ്പിക്കുമെന്ന് ലെവൽ ക്രോസിലുണ്ട്. ഒരു ഘട്ടം ക്രോസ് ചെയ്തു പോയാൽ പിന്നെ മോറൽ കോമ്പസിനും അപ്പുറമുള്ള ഒരു ലോകമായി തീരും. പ്രൊഡക്ഷൻ ഡിസൈനിൽ ചിലതെല്ലാം ഈ കഥാപരിസരത്തോട് ഏറെ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ചിലത് അങ്ങനെയല്ല. സത്യമോ നുണയോ എന്ന് തിരിച്ചറിയാനാകാത്ത ചില വെളിപ്പെടുത്തലുകളിലൂടെ നീങ്ങുന്നതുകൊണ്ട് ആർട്ടിലെ ഇക്കാര്യങ്ങൾ ഒരുപക്ഷെ കഥാപരിസരത്തിൻ്റെ ഭാഗമാണെന്ന് വരെ തോന്നിപ്പോകും. ഒറ്റപ്പെടൽ, പേടി, ആശങ്ക, മാനസിക വിഭ്രാന്തികൾ, സങ്കടങ്ങൾ, നഷ്ടങ്ങൾ എന്നിങ്ങനെ അൺസെറ്റിലിംഗ് ആയ വികാരങ്ങളിലൂടെയാണ് ലെവൽ ക്രോസിൻ്റെ കഥ പറച്ചിൽ. ട്വിസ്റ്റുകളിൽ നിന്ന് ട്വിസ്റ്റുകളിലേക്കാണ് പടം എപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സിനിമയുടെ നരേഷൻ്റെ അടിസ്ഥാന സ്വഭാവം തന്നെ ഈ ട്വിസ്റ്റുകളായി മാറുന്നുണ്ട്. ഇതൊരു ഘട്ടം കഴിയുമ്പോൾ പ്രെഡിക്റ്റബിൾ ആകും. എന്നാൽ ചില എലമെൻറ്റുകളിൽ പുതുമ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ജിത്തു ജോസഫിനോടൊപ്പം നീണ്ടകാലം വർക്ക് ചെയ്തതിൻ്റെ കൂടി ആയിരിക്കാം സംവിധായകൻ അർഫാസിനെ ട്വിസ്റ്റുകൾ ആവർത്തിക്കപ്പെടുമ്പോഴും വർക്കാക്കുവാൻ കഴിയുന്നത്. ആര് പറയുന്നതാണ് ശരിക്കും ശരി, ആരാണ് സത്യം പറയുന്നത്, ആരാണ് കള്ളം പറയുന്നത് എന്നിങ്ങനെ പ്രേക്ഷകരെ ഞെട്ടിപ്പിച്ചും ചിന്തിപ്പിച്ചും മുന്നേറാനാണ് ലെവൽ ക്രോസിൻ്റെ രണ്ടാം പകുതി ശ്രമിക്കുന്നത്. എന്നാൽ ട്വിസ്റ്റുകൾക്ക് വേണ്ടത്ര ഇമ്പാക്റ്റ് ഇല്ലാതെ പോകുമ്പോൾ സിനിമയുടെ പേസിനൊപ്പം പ്രേക്ഷകരെ അത്രയും ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ കഴിയുന്നില്ല. എങ്കിലും അർഫാസ് അയ്യൂബ് കഥയിലും തിരക്കഥയിലും സംവിധാനത്തിലും ഏറ്റവും പ്രതീക്ഷ പുലർത്താൻ സാധിക്കുന്ന ഫിലിം മേക്കറാണെന്ന് ചിത്രം കാണിച്ചു തരുന്നുണ്ട്. വളരെ കുറഞ്ഞ നിമിഷങ്ങളിലാണെങ്കിലും ചിരിപ്പിക്കാനും പ്രേക്ഷകരുടെ മനസ്സിലുയരുന്ന സംശയങ്ങളും ചോദ്യങ്ങളും സിനിമയിൽ ആ നിമിഷത്തിൽ തന്നെ ഉൾച്ചേർക്കാനും അർഫാസിന് കഴിയുന്നുമുണ്ട്. മറ്റൊരു കാര്യം, ചിത്രത്തിലെ കഴുതയും കിണറും ഗ്രാമവും അവിടുത്തെ ചുമരിലെ നാണയങ്ങളും തുടങ്ങി പലതും യഥാർത്ഥത്തിലുള്ളതാണോ, ഒറ്റപ്പെടലിനെ തോൽപ്പിക്കാൻ മനുഷ്യർ ഉയർത്തുന്ന സങ്കല്പങ്ങളാണോ എന്ന് ആദ്യാവസാനം നിലനിർത്തുന്ന ഒരു മിസ്റ്ററിയാണ്. ഒടുവിലേക്ക് എത്തുമ്പോൾ സിനിമയിൽ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, അതോ കണ്ടതെല്ലാം വെറും ചിന്തകൾ മാത്രമായിരുന്നു എന്നും തോന്നിപ്പോകും. രഘു തീ കാഞ്ഞ് പുറത്തിരിക്കുന്ന ആ ഷോട്ട് അതിൽ കൂടുതൽ എന്തോ പറയുന്നുണ്ട്. സിനിമ കണ്ട ശേഷം പിന്നോട്ട് ആലോചിക്കുമ്പോഴാണ് ഓരോരുത്തരും ആദ്യം പറഞ്ഞ കഥയും അതിലെ ചില സീനുകളും കണ്ടപ്പോൾ വെറുതെ മനസ്സിൽ തോന്നിയ സംശയങ്ങൾ ശരിയായിരുന്നല്ലോ എന്ന് തോന്നുക. വിശാൽ ചന്ദ്രശേഖരൻ്റെ മ്യൂസിക്കിനും അപ്പു പ്രഭാകരൻ്റെ വിഷ്വലുകൾക്കും ലെവൽ ക്രോസിൽ വലിയ പ്രാധാന്യമുണ്ട്. ചിത്രത്തിൻ്റെ വിഷ്വലുകളെല്ലാം വളരെ പോയറ്റിക്കാണ്. ഒരു പെയിൻറ്റിംഗ് പോലെയാണ് ഓരോ ഫ്രെയിമുകളെയും ഒരുക്കിയിരിക്കുന്നത്. ചില ഭാഗങ്ങളിൽ സീനിൻ്റെ ഇമോഷൻ കൺവേ ചെയ്യാനും അതിനെ എലിവേറ്റ് ചെയ്ത് നിർത്താനും സംവിധായകൻ കൂടുതൽ ആശ്രയിക്കുന്നത് മ്യൂസിക്കിനെയാണ്. പലയിടത്തും അതിലേക്ക് മാത്രവുമായി ഒതുങ്ങുന്നുണ്ട്. മ്യൂസിക്കിന് മുകളിൽ ഈ ഡിപ്പെൻഡൻസി കൂടുന്നത് പക്ഷേ നരേഷനിലെ വീക്ക്നെസ്സിനെ കൂടി പലപ്പോഴും തുറന്നു കാണിക്കുന്നുണ്ട്. കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ ആസിഫ് അലിയുടെ രഘുവിനോട് ചിലയിടത്ത് സഹതാപം, മറ്റു ചിലപ്പോൾ പേടി, ചിലപ്പോൾ കൺഫ്യൂഷൻ എന്നിങ്ങനെ വ്യത്യസ്തമായ വികാരങ്ങളാണ് പ്രേക്ഷകർക്ക് തോന്നേണ്ടത്. അമല പോളിൻ്റെ ചൈതാലിയും ഷറഫുദ്ദീൻ്റെ സാൻജോയും ഒരു പരിധിവരെ അങ്ങനെ തന്നെയാണ്. 3 പേരും തങ്ങളുടെ പ്രകടനങ്ങളിൽ ഈ വ്യത്യസ്തത കൊണ്ടുവരുന്നുണ്ട്. ആസിഫ് അലിയുടെ ലുക്ക് അതിന് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. ആസിഫും അമല പോളും മാത്രമുള്ള സീനുകളാണ് ചിത്രത്തിൽ ഭൂരിഭാഗവും. അവരുടെ സംഭാഷണങ്ങളും നിശബ്ദതയും ചേർന്ന് ആ സീനുകളെ സുന്ദരമാക്കുന്നുണ്ട്. മറ്റൊരാളുടെ വാക്കുകളിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന വ്യക്തിയും സ്വന്തം വാക്കുകളിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന വ്യക്തിയും തമ്മിൽ എപ്പോഴും വലിയ അന്തരങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. അതിൻ്റെ ഒരു എക്സ്ട്രീം പ്രസൻറ്റേഷനായി കൂടി ലെവൽ ക്രോസിനെ കാണാം. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ത്രില്ലിംഗ് എലമെൻറ്റുകൾ ഉണ്ടായിട്ടും ഒരു ടോട്ടലി എൻഗേജിങ് ഷോ ആകാൻ കഴിയാതെ പോകുന്നതാണ് ലെവൽ ക്രോസിൻ്റെ ഒരു കുറവ്. എന്നാൽ നവാഗത സംവിധായകൻ്റെ ഏറ്റവും പ്രോമിസിംഗ് ആയ വർക്കുകളിൽ ഒന്നായി തന്നെ ലെവൽ ക്രോസിനെ കാണാനും കഴിയും.
പുതിയ കഥപറച്ചിൽ രീതികൾക്ക് മണ്ണൊരുക്കുന്ന മലയാള സിനിമാ നിരയിലേക്കുള്ള ഒരു നല്ല കൂട്ടിച്ചേർക്കലായും ലെവൽ ക്രോസിനെ കാണാം. അപ്പോൾ ലെവൽ ക്രോസ് കണ്ടവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തണം.